ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ സഹോദരിമാരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് RSP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. RSP ദേശീയ സമിതി അംഗങ്ങളായ KS സനൽകുമാർ, K ജയകുമാർ, V ശ്രീകുമാരൻ നായർ, RSP ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാർ, RSP സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രബാബു, UTUC ജില്ലാ സെക്രട്ടറി ഡോക്ടർ K ബിന്നി, RYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. UTUC ജില്ലാ പ്രസിഡന്റ് കരിക്കകം സുരേഷ്, സൂസി രാജേഷ്, രാമചന്ദ്രൻ നായർ, കല്ലറ അനിൽ, വിനോബ ശശി, M സുരേഷ്, K രഘുനന്ദനൻ തമ്പി, പുലിയൂർ ചന്ദ്രൻ, കുമാരപുരം അനിൽ എന്നിവർ പന്തം കൊളുത്തി പ്രകടനത്തിന് നേതൃത്വം നൽകി. പാവപ്പെട്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു. RSPയുടെ ശബ്ദമിതാ. ഇൻകുലാബ് സിന്ദാബാദ്. RSP സിന്ദാബാദ്. പ്രതിഷേധം ഭാരതമാകെ പ്രതിഷേധം. RSPയുടെ പ്രതിഷേധം. ഇൻകുലാബ് സിന്ദാബാദ് പറയുകയും ആ തരത്തിൽ എന്നെ ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് കേസെടുപ്പിക്കുകയും അത്തരത്തിൽ വളരെ ഗുരുതരമായി അവരെ ഒരു കാരണവശാലും ജയിലിൽ നിന്നും പുറത്തിറക്കാൻ കഴിയാത്ത വകുപ്പുകൾ ചുമത്തി ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ചിരിക്കുകയാണ്. അവരെ റെയിൽവേ സ്റ്റേഷനിൽ പിടിക്കുമ്പോൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ അതിനേക്കാൾ ഗുരുതര മോശപ്പെട്ട രീതിയിൽ മതപരിവർത്തനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കറാസ് ചെയ്തുകൊണ്ട് സ്റ്റേഷനുകളിലും ജയിലിലുമൊക്കെ തന്നെ കേട്ടാലറയ്ക്കു തരത്തിലുള്ള സമീപനമാണ് ഛത്തീസ്ഗഡിലെ ഭരണാധികാരികൾ നേതൃത്വം കൊടുക്കുന്ന പോലീസ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെതിരായി കേരളത്തിലെ MP-മാർ സഖാവ് NK പ്രേമചന്ദ്രൻ നേതൃത്വത്തിൽ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖാവ് NK RSPയുടെ നേതാവ് സഖാവ് NK പ്രേമചന്ദ്രൻ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആ വിഷയം വലിയ ഒച്ചപ്പാടുണ്ടാക്കി അതിനു വേണ്ടി നിൽക്കുകയാണ്. MP-മാർ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഛത്തീസ്ഗഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ പോയി അവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പ്രാവശ്യം ഇവിടുത്തെ BJP-ക്കാർ പറയും അവരോടൊപ്പമാണ്, അവർ പിന്നെ പറയും BJP-യോടൊപ്പമാണ്. ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെതിരായി ഇന്ത്യയിലാകെ മതേതര ജനാധിപത്യ ഗവൺമെന്റ്, ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യഹൂദനും ബുദ്ധനും ജൈനും പാഴ്സിയും കൈകോർത്തു വരുന്ന ഭാരതമാണ്. ആ ഭാരതത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും അവർക്ക് അവരുടേതായ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അല്ലെങ്കിൽ ആ വിശ്വാസം ലംഘിക്കാനുമുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള ലിഖിതമായ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ നടക്കുന്നത്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രധാന പ്രവർത്തകന്മാർ, പ്രധാന നേതാക്കന്മാർ ഈ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി 2025 ഏറ്റവും വലിയ പ്രത്യേകത ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഇല്ലാതാക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ അവരുടെ മഠത്തിലേക്ക് ആവശ്യമായ കുട്ടികളെ ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലത്തിൽ നിന്നും ട്രെയിനിൽ കയറ്റിക്കൊണ്ട് പോയപ്പോൾ അവിടുത്തെ ബജറംഗദൾ പ്രവർത്തകർ, നമ്മൾ ആരും കണ്ടിട്ടില്ല, മുമ്പ് കണ്ടിട്ടുള്ളത് നക്സലൈറ്റ് മേഖലയിൽ നക്സലൈറ്റുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവരുടെ കീഴിലാക്കുന്നതാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതല്ല. നമ്മൾ മെനങ്ങാന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്.
അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ബജറംഗദള് നേരിട്ട് ഭരിക്കുന്നു. പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഇവർക്ക് ഈ തോക്കും കൊടുത്ത് ഈ ഡ്രസ്സും കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ ഞങ്ങളിവിടെ ഈ രാജ്ഭവനിലേക്ക് വന്നപ്പോൾ ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുക. അവരുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ പോലീസ് സ്വീകരിച്ചില്ല? അവര് ആളുകളെ മർദ്ദിക്കുന്നു, നിർബന്ധിപ്പിച്ച് അടി കൊടുത്ത് മൊഴി മാറ്റി എഴുതിയിരിക്കുന്നു. അതിന്റെ കൂടെ വന്ന ഒരു പുരുഷൻ ഒരു യുവാവിനെ കവാലത്ത് അടി കൊടുക്കുന്നു. ഒരു സ്ത്രീ, ബജറംഗദളിന്റെ ഒരു സ്ത്രീ കവാലത്ത് അടി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഈ മൊഴി ഇതേപോലെ കൊടുത്തില്ലെങ്കിൽ നിന്നെ ഇവിടെ ജയിലിനകത്തിട്ട് കൊല്ലും. ഛത്തീസ്ഗഡിലെ അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തി വരുന്നതിനിടയിൽ 3 വനിതാ പ്രവർത്തകർക്ക് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ സമീപിച്ച സാഹചര്യത്തിൽ അവരെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ കസ്റ്റഡിയിലെടുക്കുക. ബജറംഗദളിന്റെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ് ഇത്തരത്തിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഒരു ആരോപണം ചൂണ്ടിക്കാണിക്കുകയും ഈ കന്യാസ്ത്രീകളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തനമുള്ള എല്ലാ പഞ്ചായത്തുകളിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ഇങ്ങനെ ഒരു സമര പരിപാടി തീരുമാനിച്ച് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ സമര പരിപാടിയുമായി രാജ്ഭവന് മുന്നിൽ എത്തേണ്ടി വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ വാർത്താമാധ്യമങ്ങളിൽ നമ്മുടെ കേരളീയരായ 2 വനിതകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ കിടക്കുകയാണ്. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് 1 മതപരിവർത്തനം, 2 രാജ്യദ്രോഹം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനും അതിലോട്ട് ചേരുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ സ്വന്തം സഹോദരനോടൊപ്പം വന്ന യുവതിയെപ്പോലും വനിതാ മനുഷ്യ കച്ചവടം എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുകയാണ്. കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേരളത്തിൽ നിന്ന് പോയ വിവിധ സംഘങ്ങൾ, CPM-ന്റെ നേതൃത്വത്തിൽ, കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോയ സംഘം പേരിന് കന്യാസ്ത്രീകളെ കണ്ട് തിരികെ വരുന്നു. BJP-യുടെ സംഘം പേരിന് പോയി കാണുന്നു, പത്രമാധ്യമങ്ങളെ കണ്ട് തിരികെ വരുന്നു. സഖാവ് NK പ്രേമചന്ദ്രൻ അടക്കമുള്ള സംഘം പോകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഒരേ ഒരു ഉറപ്പ് വാങ്ങുന്നു, ഛത്തീസ്ഗഡ് സർക്കാർ ഇനി ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇന്ന് നമ്മൾ മാധ്യമത്തിൽ കാണുന്നു, ആ അറസ്റ്റിന്റെ ആ ജാമ്യത്തിൽ കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ ആദ്യമായി എതിർത്തത് ഛത്തീസ്ഗഡ് സർക്കാരാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൽ നമ്മുടെ RSP ഉൾപ്പെടുന്ന പുരോഗമന ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വസിക്കാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP എന്ന വർഗീയ പാർട്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ജനങ്ങൾക്ക് നേർബുദ്ധി വരുവാനായി ഈ അനാശാസ്യ കേരളത്തിൻ്റെ വർഗീയ പ്രവർത്തനം, ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിൻ്റെ വർഗീയ പ്രവർത്തനം, ഛത്തീസ്ഗഡിൻ്റെ വർഗീയ പ്രവർത്തനം സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നു കന്യാസ്ത്രീകളെ സംരക്ഷിക്കുമെന്ന്. മറുവശത്ത് BJP-യെ നിയന്ത്രിക്കുന്ന ശ്രീ ഗോവിന്ദൻകുട്ടി പറയുന്നു BJP-ക്ക് അതിനുള്ള കടമയില്ല. രാജീവ് ചന്ദ്രശേഖറിന് ഛത്തീസ്ഗഡിൽ എന്താണ് കാര്യം? പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, BJP-യുടെ കാപട്യ മുഖം കേരളത്തിൽ അഴിഞ്ഞു വീണിരിക്കുന്നു. ഈ മുഖം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ തുറന്നു കാണിക്കേണ്ടത് RSP ഉൾപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ RSP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സൂചനയായി സംഘടിപ്പിച്ച ഈ പന്തംകുളത്തി പ്രതിഷേധ കോഴ്സിനെ അങ്ങ് പിൻവലിച്ചു. ആര് പിൻവലിച്ചു? കേന്ദ്ര സർക്കാർ തന്നെയാണ്. അങ്ങനെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരവകാശവും സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരവസരത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം ഇവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അടുത്ത തവണ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന NDA ഗവൺമെൻറ്റിന്
ഈ നമ്മുടെ ഭരണഘടനയെ അങ്ങ് നിഷ്കാസനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഭരണഘടനയെ സംബന്ധിച്ചുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ അമെൻമെൻ്റ് എല്ലാം കൊണ്ടുവരണമെങ്കിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭ, പീപ്പിൾ ഓഫ് ദി ഹൗസിന് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമാണുള്ളത്. അപ്പോൾ രാജ്യസഭ വഴി നേടിയെടുക്കാൻ പറ്റാത്തതും ലോകസഭ വഴി ഇപ്പോൾ ഒന്നും നേടാൻ പറ്റാത്തതുമായ കാര്യങ്ങളെ ചർച്ചയ്ക്ക് പോലും എടുക്കാതെ വളരെ തോന്നിയാസമായ ഒരു സമീപനമാണ് BJP ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് നിന്നും സ്ട്രേറ്റ് ഫോർവേഡ്.